ഹലോ എവരിവൺ, ഗുഡ് ആഫ്റ്റർനൂൺ. കേൾക്കാവോ എല്ലാവർക്കും? നമ്മൾ എക്സാമിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് 7 ചാപ്റ്റേഴ്സ് ആണ് ഇമോഷണൽ ഇന്റലിജൻസിൽ വരിക. അതില് 8 ചാപ്റ്റേഴ്സ് മൊത്തം ഉണ്ട്. അപ്പൊ ഒരു 6 എണ്ണെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ എക്സാം എഴുതാനായിട്ട് പറ്റും. അപ്പൊ ഒരു 6 ചാപ്റ്റേഴ്സ് മാത്രം നോക്കിയിട്ടാണ് ക്ലാസ് തുടങ്ങുന്നത്. ഒരു 5-6 ദിവസത്തെ ക്ലാസ് ഉണ്ടായിരിക്കുള്ളൂ. ഇന്നിപ്പോ ഞാൻ ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററും ഫ്രീ ക്ലാസ് എടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ നോക്കും, ഉച്ചരിഞ്ഞിട്ട് സെക്കൻഡ് ചാപ്റ്റർ നോക്കാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് ചാപ്റ്ററിൽ വന്നിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഈ ഒരു ചാപ്റ്ററിലെ എല്ലാ ടോപ്പിക്കും നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമോഷൻ, പിന്നെ ഫങ്ഷൻസ് ഓഫ് ഇമോഷൻ വന്നിട്ടുണ്ട്, കോമ്പണൻസ് ഓഫ് ഇമോഷൻ വന്നിട്ടുണ്ട്, ടൈപ്സ് ഓഫ് ഇമോഷൻ വന്നിട്ടുണ്ട്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇമോഷൻസ്, തിങ്കിങ് ആൻഡ് ബിഹേവിയർ. ഈ ക്വസ്റ്റ്യൻസ് എല്ലാതും വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. നമുക്ക് ഉച്ചയ്ക്ക് ശേഷം സെക്കൻഡ് ചാപ്റ്ററും കൂടെ ഫ്രീ ക്ലാസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമോഷൻ. It appears too simplistic to the common people to define it. Common emotions experienced are joy, happiness, anger, sadness, jealousy, love, and so on. നമുക്ക് ഇമോഷൻസ് പറയുമ്പോൾ എന്താ, എല്ലാവർക്കും ഭയങ്കര കോമൺ ആയിട്ട് തോന്നും അല്ലെ? ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം, ഭയങ്കര ഇമോഷണൽ ആണ്. നമ്മൾ കോമൺ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്ന ഒരു സംഭവമാണ് എന്ത്, ഈ ഒരു ഇമോഷൻ എന്ന് പറയുന്നത്. കോമൺ ആയിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇമോഷൻ ഏതൊക്കെയാണ്? ജോയ്, ഹാപ്പിനെസ്, ആങ്കർ, സാഡ്നെസ്, ജെലസി, ലവ്. ഇതൊക്കെ എന്താ നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇമോഷൻസ് ആണ്. വി ഈറ്റ് ഗുഡ് ഫുഡ് ആൻഡ് ഫീൽ contented. We see a good movie and feel happy. We spend time with loved ones and feel loved. We lose a game and feel sad. നമുക്ക് തോന്നുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള ഇമോഷൻസ്. നല്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര കണ്ടന്റ് ആയിട്ട് തോന്നും. പിന്നെ നല്ലൊരു സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പി ആവും. ഒരുപാട് നമുക്ക് ഇഷ്ടമുള്ള ആളോടൊപ്പം കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ലവ് തോന്നും. പിന്നെ അതുപോലെ ഗെയിമിൽ തോറ്റു കഴിഞ്ഞാലോ നമുക്ക് സങ്കടം തോന്നും. ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന കുറച്ച് ഇമോഷൻസ് ആണ്. ഇമോഷൻ ഈസ് എ കോംപ്ലക്സ് ചെയിൻ ഓഫ് ലൂസ്ലി കണക്റ്റഡ് ഇവന്റ്സ് ദാറ്റ് ബിഗിൻസ് വിത്ത് എ സ്റ്റിമുലസ് ആൻഡ് ഇൻക്ലൂഡ്സ് ഫീലിംഗ്, സൈക്കോളജിക്കൽ ചേഞ്ചസ്, ഇമ്പൾസസ് ടു ആക്ഷൻ ആൻഡ് സ്പെസിഫിക് ഗോൾ ഡയറക്റ്റഡ് ബിഹേവിയർ. ഇമോഷൻ എന്ന് പറയുന്നത് എന്താ, ഒരു കോംപ്ലക്സ് ചെയിൻ ആണ്. അത് ഒരു സ്റ്റിമുലസോട് കൂടി തുടങ്ങി അതിൽ നമ്മുടെ ഫീലിങ്സും സൈക്കോളജിക്കൽ ചേഞ്ചസും ഇമ്പൾസസ് ടു ആക്ഷൻസ് ഒക്കെ അതിലുണ്ടായിരിക്കും. ഫീലിങ്സ് എന്ന് പറയുമ്പോൾ എന്താ, നമുക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരിക്കും. സൈക്കോളജിക്കൽ ചേഞ്ചസ്, മാനസികമായിട്ട് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ആ സമയത്ത് വരും. ഇപ്പൊ ഒരു ദേഷ്യം വന്ന ഒരാളെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതേപോലെ തന്നെ ഇമ്പൾസസ് ടു ആക്ഷൻ, ചിലപ്പോൾ എന്തെങ്കിലും എടുത്ത് എറിയാൻ തോന്നും, അല്ലെങ്കിൽ ചിലപ്പോൾ തല്ലാൻ തോന്നും. അപ്പൊ നമ്മുടെ ആക്ഷൻസും സൈക്കോളജിക്കൽ ചേഞ്ചസും ഫീലിങ്സും ഒക്കെ ഉണ്ടായിരിക്കുന്ന ഒരു സ്റ്റിമുലസോട് കൂടി തുടങ്ങുന്ന ഒരു ചെയിൻ ഓഫ് ലൂസ്ലി കണക്റ്റഡ് ഇവന്റ്സ് ആണ് എന്ത്, ഇമോഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു ഡെഫിനിഷനും കൂടെ ഞാൻ കൊടുക്കുന്നുണ്ട്. 3 എണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ട് പഠിക്കാനുള്ളത് അത് പഠിക്കാം. ഇത് പഠിച്ചു കഴിഞ്ഞാൽ പ്രാക്ടിക്കലിനും കൂടെ എളുപ്പമാവും. പ്രാക്ടിക്കലിന് നമുക്ക് ഇത് എഴുതാനായിട്ട് വരും. ഇമോഷണൽ ഇന്റലിജൻസിന്റെ ഒക്കെ അല്ലെങ്കിൽ ഇന്റലിജൻസിന്റെ അല്ലെങ്കിൽ വൈവയുടെ ടൈമിലൊക്കെ ഈ ഒരു സാധനം ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോ ഒരു ഡെഫിനിഷനും കൂടെ പറയാം. Woodworth defines emotion as a stirred up state of an organism that appears as feelings to the individual himself and as a disturbed muscular and glandular activity to an external observer. Woodworth പറഞ്ഞിരിക്കുന്നത് ഇമോഷൻ എങ്ങനെയാണ്, ഒരു സ്റ്റിയേർഡ് അപ്പ് സ്റ്റേറ്റ് ഓഫ് എൻ ഓർഗാനിസം, ഒരു ഓർഗാനിസത്തിന്റെ ഒരു പ്രത്യേക അവസ്ഥയിൽ ഉണ്ടാവുന്ന ഒരു സ്റ്റേറ്റ്, and that appears as feeling to the individual himself and as a disturbed muscular and glandular activity to an external observer. പുറമേ നിന്ന് കാണുന്നവർക്ക് എന്താ, അതൊരു ഡിസ്റ്റർബ്ഡ് മസ്കുലാർ അല്ലെങ്കിൽ ഒരു ഗ്ലാൻഡുലാർ ആക്ടിവിറ്റി. ശരിക്കും ഉള്ളിൽ എന്താ നടക്കുന്നത്, ഈ ആളുടെ ഉള്ളില് കുറച്ച് ഇമോഷൻസ് നടക്കുന്നത്, കുറച്ച് ഫീലിങ്സ് നടക്കുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് പുറമേ ഉള്ളവർക്ക് കാണുമ്പോൾ എന്താ, മസ്കുലാർ ആൻഡ് ഗ്ലാൻഡുലാർ ആക്ടിവിറ്റിയിൽ എന്തൊക്കെയോ ഡിസ്റ്റർബൻസസ് ഉണ്ട്. അതാണ് പുറമേ നിന്ന് നോക്കുമ്പോൾ കാണുന്നത്. അത്തരം ഒരു സ്റ്റേറ്റിനെയാണ് ഇമോഷൻ ആയിട്ട് വുഡ്വർത്ത് പറഞ്ഞത്. ഇനി മോറിസ് പറഞ്ഞത് states that emotion is a complex affective experience that involves diffuse physiological changes and can be expressed outwardly in characteristic behavior patterns. മോറിസ് പറഞ്ഞ എന്താണ്, കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു എഫക്റ്റീവ് എക്സ്പീരിയൻസസ് ആണ്. ദാറ്റ് ഡിഫ്യൂസ് ഫിസിയോളജിക്കൽ ചേഞ്ചസ്, അതിൽ എന്തും കൂടെ ഡിഫ്യൂസ്ഡ് ആയിട്ടുണ്ട്, ഫിസിയോളജിക്കൽ ചേഞ്ചസ്. ഇത് ഫിസിയോളജിക്കൽ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് വിയർക്കും, ചിലപ്പോൾ കൈകാലുകൾ വിറയ്ക്കും, പിന്നെ
നെഞ്ഞിടിപ്പ് കൂടും. അങ്ങനെ ഫിസിയോളജിക്കൽ ആയിട്ട് നമുക്ക് ഒരുപാട് ചേഞ്ചസ് വരും. ആൻഡ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഓവർലി ഇൻ ക്യാരക്ടറിസ്റ്റിക് ബിഹേവിയർ പാറ്റേൺസ്. നമ്മളിത് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? നമ്മുടെ ബിഹേവിയറിലൂടെ ആയിരിക്കും നമ്മളിത് എക്സ്പ്രസ് ചെയ്യാം. ഒന്നെങ്കിൽ കരയും, അല്ലെങ്കിൽ നമ്മൾ ദേഷ്യമായിട്ട് കാണിക്കും, അല്ലെങ്കിൽ മിണ്ടാതെ ഒത്തിരിക്കും. ഇതൊക്കെ നമ്മൾ ഓവർലി നമ്മുടെ ബിഹേവിയറിലൂടെ എന്ത് ചെയ്യും? എക്സ്പ്രസ് ചെയ്ത് കാണിക്കും. ഇങ്ങനെയാണ് 3 ഡെഫിനിഷൻസ് വരുന്നത്. നിങ്ങൾക്ക് ഏതാണോ പഠിക്കാൻ ഈസി ആയിട്ട് തോന്നുന്നു അത് ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെക്കാം. ഒരെണ്ണം എന്തായാലും നിർബന്ധമായിട്ട് എഴുതാം. Thus, emotions are experienced in response to a particular internal or external event. A response of this kind involves physical arousal in the body, heart rate, blood pressure, respiration, release of hormone, etc. കണ്ടോ, ഈ സാധനങ്ങളൊക്കെ നടക്കുന്നതിനുള്ള കാരണം എന്താ? നമ്മുടെ ബോഡിയിൽ കുറച്ച് മാറ്റങ്ങളുണ്ടാവും, ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ അതിൽ ഓരോന്നാണ് പറയുന്നത്. ഹെർട്ട് റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും, ബ്ലഡ് പ്രഷർ കൂടും, പെർസ്പിറേഷൻ, റിലീസ് ഓഫ് ഹോർമോൺസ്, ഇതിലൊക്കെ എന്തുണ്ടായിരിക്കും? മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. സെക്കൻഡ്ലി, മോട്ടിവേഷൻ ടു ടേക്ക് ആക്ഷൻ ഈസ് ആക്ടിവേറ്റഡ്, സീയിങ് തിങ്സ് ആൻഡ് ആക്ടിവിറ്റീസ് ദാറ്റ് പ്രൊവൈഡ് പ്ലഷർ ആൻഡ് അവോയ്ഡിങ് ദോസ് ദാറ്റ് ഗിവ് റൈസ് ടു പെയിൻ ഓർ അൺപ്ലസന്റ്നെസ്. സെക്കൻഡ്ലി എന്താ? ഒരു മോട്ടിവേഷൻ ഉണ്ടായിരിക്കും. എ മോട്ടിവേഷൻ ടു ടേക്ക് ആക്ഷൻ ഈസ് ആക്ടിവേറ്റഡ്. നമുക്ക് ഒരു ആക്ഷൻ ചെയ്യാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ ഒന്നെങ്കിൽ നല്ല ഒച്ചയിൽ സംസാരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്ത് വലിച്ചെറിയുക. അപ്പൊ അതെന്ത്? ഇത് ചെയ്യാനായിട്ടൊരു മോട്ടിവേഷൻ നമ്മുടെ പിന്നിൽ നടക്കുന്നുണ്ട്. ആൻഡ് ആക്ടിവിറ്റീസ് ദാറ്റ് പ്രൊവൈഡ് പ്ലഷർ ആൻഡ് അവോയ്ഡിങ് ദോസ് ദാറ്റ് ഗിവ് റൈസ് ടു പെയിൻ ഓർ unpleasantness. Thirdly, emotions arises out of our sensations, perceptions and thoughts related to objects, persons and situations. It depends on how do we perceive something, think about it and interpret it. ഇനി മൂന്നാമതായിട്ട് ഇമോഷനെ പറ്റി പറയാനുള്ള എന്താ? ഔട്ട് ഓഫ് അവർ സെൻസേഷൻ, പെർസെപ്ഷൻ ആൻഡ് തോട്ട്സ്. നമ്മുടെ സെൻസേഷൻ, പെർസെപ്ഷൻ, തോട്ട്സ്, ഇതിനൊക്കെ പുറത്താണ് നമ്മുടെ ഇമോഷൻ എന്ന് പറയുന്നത്. ആൻഡ് റിലേറ്റ് ടു ഒബ്ജക്ട്സ്, പേഴ്സൺസ് ആൻഡ് സിറ്റുവേഷൻസ്. എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും? എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടായിരിക്കും. എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റോ, അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളോ, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനോ. ഒരു ഇമോഷന് പിന്നിൽ എന്തുണ്ടായിരിക്കും? എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടായിരിക്കും. അങ്ങനെയാണ് ഇമോഷൻ ഉണ്ടാവുക. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ ഡു വി പെർസീവ് സംതിങ്, തിങ്ക് അബൌട്ട് ഇറ്റ് ആൻഡ് ഇന്റർപ്രറ്റ് ഇറ്റ്. എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? നമ്മൾ ആ ഒരു ഒബ്ജക്റ്റിന്, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ പറഞ്ഞ കാര്യം, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ എങ്ങനെ കാണുന്നു. നമ്മളത് ഓക്കെയാണ്, പോസിറ്റീവായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഇമോഷൻ വരും. നേരെ തിരിച്ച് നമ്മൾ നെഗറ്റീവായിട്ടാണ് ആ ഒരു ഇവന്റിനെ പെർസീവ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് ആയിരിക്കും നമ്മുടെ ഉള്ളിൽ നിന്ന് വരിക. ആൻഡ് ഫോർത്ത്, ഇമോഷൻസ് വേരി ഇൻ ദെയർ ഇന്റൻസിറ്റി. ഇന്റൻസിറ്റിയിൽ വ്യത്യാസമുണ്ട്. ഫോർ എക്സാമ്പിൾ, ഹാപ്പിനെസ് ക്യാൻ ബി എക്സ്പീരിയൻസ്ഡ് ആസ് പ്ലസന്റ് ആൻഡ് കണ്ടന്റഡ് അറ്റ് ദ ലോവർ എൻഡ് ഓഫ് ദ കണ്ടിന്യൂം, വെറാസ് എക്സൈറ്റഡ് ആൻഡ് ത്രിൽഡ് അറ്റ് ദ ഹയർ എൻഡ് ഓഫ് ദ കണ്ടിന്യൂം. 2 കണ്ടിന്യൂം എടുക്കുകയാണ്. ഒരു ഹാപ്പിനെസ് എന്നുള്ള ഒരു ഇമോഷൻ, അതിന്റെ 2 അറ്റങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ അറ്റത്ത് എന്താണ്? പ്ലസന്റ് ആൻഡ് കണ്ടന്റഡ് ആണ്. അത് ലോവർ കണ്ടിന്യൂത്തിലുള്ളതാ. ഇനി ഹയർ കണ്ടിന്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിലോ എക്സൈറ്റഡ് ആൻഡ് ത്രിൽഡ് ആയിരിക്കും. അപ്പൊ എന്താണ്? ആ ഇന്റൻസിറ്റിയിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ആൻഡ് സിമിലർലി, ബീങ് ഇറിറ്റേറ്റഡ് ആൻഡ് അപ്സെറ്റ് ആർ ദ മൈൽഡർ ഫോംസ് ഓഫ് ആങ്കർ. ഇനി അതേപോലെ തന്നെ ആങ്കറിനെ പറയാണ്. ദേഷ്യത്തിന്റെ മൈൽഡർ ഫോംസ് ഏതൊക്കെയാണ്? ഇറിറ്റേറ്റഡ് ആൻഡ് അപ്സെറ്റ്. ഇറിറ്റേറ്റ് ആയിരിക്കുക, ഭയങ്കര അപ്സെറ്റ് ആയിട്ടിരിക്കുക. പക്ഷെ ഏതാണ് അവിടെ ഇമോഷൻ നടക്കുന്നത്? ഏതാ? ആങ്കർ ആണ്. അതിന്റെ ഏറ്റവും കുറഞ്ഞ ലെവലിൽ നിൽക്കുന്നതാണ് ഈ ഇറിറ്റേഷനും അപ്സെറ്റ് ആവലൊക്കെ. ഇനി അതിന്റെ ഹയർ കണ്ടിന്യൂത്തിൽ വരുന്ന ആൾക്കാർ ആരൊക്കെയാ? ഫ്യൂരിയസ് ആൻഡ് എൻറേജ്ഡ് ആൻഡ് ആർ ഹൈ ഇന്റൻസിറ്റി ആങ്കർ ഫീലിങ്സ്. അപ്പൊ ഇമോഷൻസിന്റെ ആ ഒരു ഇന്റൻസിറ്റിയിലും എന്തുണ്ട്? വ്യത്യാസം ഉണ്ടായിരിക്കും. ഇത്രയും പറഞ്ഞത് ഓക്കെയാണോ? പറഞ്ഞത് ഇത്രയും പറഞ്ഞ ഓക്കെയാണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ. ഇനി ഇമോഷൻസ് ക്യാൻ ബി ഡിസൈറബിൾ ഓർ അൺഡിസൈറബിൾ ടു എൻ ഇൻഡിവിജ്വൽ. ചിലപ്പോൾ എന്തായിരിക്കാം? ഡിസൈറബിൾ ആയിരിക്കാം, അല്ലെങ്കിൽ അൺഡിസൈറബിൾ ആയിരിക്കാം. അല്ലെ? നമുക്ക് ചിലപ്പോൾ നമ്മൾ അറിയാതെ പെട്ടെന്നുള്ള ഒരു സാഹചര്യത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് ഇഷ്ടമില്ലാത്ത ഇമോഷൻസ് നമ്മൾ തന്നെ കാണിച്ചു എന്ന് വരാം. അല്ലെ? നമുക്ക് ദേഷ്യപ്പെടാൻ ഇഷ്ടമില്ലാത്ത ആളാണ്, പക്ഷെ പ്രത്യേക ഒരു സാഹചര്യത്തിൽ നമ്മൾ അങ്ങനെ ചെയ്തു എന്ന് വരാം. അപ്പൊ ചിലപ്പോൾ ഡിസൈറബിൾ ആയിരിക്കാം, അല്ലെങ്കിൽ അൺഡിസൈറബിൾ ആയിരിക്കാം. ആൻഡ് ഡിപ്പെൻഡിങ് ഓൺ വെദർ ദ സെഡ് ഇവന്റ് ഈസ് പെർസീവ്ഡ് ആസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. നേരത്തെ പറഞ്ഞില്ലേ, പോസിറ്റീവ് ആയിട്ടാണ് ആ ഒരു ഇവന്റിനെ പെർസീവ് ചെയ്ത് വെച്ചാൽ നമ്മൾ പോസിറ്റീവ് ആയിട്ടായിരിക്കും നമ്മുടെ ഇമോഷൻസ് വരുന്നത്. നേരെ തിരിച്ച് നെഗറ്റീവ് ആണെങ്കിൽ അതേപോലെ തന്നെ നമ്മൾ ഇമോഷണൽ ആവും. ദേ ആർ റെസ്പോൺസിബിൾ ഫോർ ഡ്രൈവിംഗ് എ റേഞ്ച് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ സച്ച് ആസ് അറ്റാക്കിംഗ്, fleeing, self-defense, forming relationships, reproducing, etc. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഇമോഷൻസ് എന്താണ്? ഒരുപാട് ബിഹേവിയറിന് റെസ്പോൺസിബിൾ ആണ്. അറ്റാക്ക് ചെയ്യുക,
ഫ്ലീയിങ്, സെൽഫ് ഡിഫെൻസ്, ഫോമിങ് റിലേഷൻഷിപ്സ്, റീപ്രൊഡ്യൂസിങ്, ഇതിനൊക്കെ ഒരറ്റത്ത് കാരണക്കാരനായിട്ടുണ്ട്? നമ്മുടെ ഇമോഷൻസ് ഉണ്ട്. ആൻഡ് ഇമോഷൻസ് ആർ നോട്ട് സെയിം ആസ് ദ ഫീലിങ്സ്. ഇമോഷനും ഫീലിങ്സും ഒന്നല്ല. അത് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ് കേട്ടോ. ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സാധാരണഗതിയിൽ എങ്ങനെയാ ടോപ്പിക്കാ ചോദിക്കാറ് അല്ലെ? നമ്മുടെ സബ് ടൈറ്റിൽസ്, ടെക്സ്റ്റ് ബുക്കിൽ സബ് ടൈറ്റിൽ തന്നെയാണ് ചോദിക്കാറ്. പക്ഷെ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങൾ ഇപ്പൊ കുറച്ചിടെയായിട്ട് ഭയങ്കര കൂടുതലായിട്ട് വരുന്നുണ്ട്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഇമോഷണൽ ഫീലിങ്സ്, ഇമോഷൻസ്, ഫീലിങ്സ് ആൻഡ് മൂഡ്സ്, അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഉള്ളിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസിൽ ഒന്നാണ് അത്. നന്നായിട്ട് നോക്കുക കേട്ടോ. ഫീലിങ്സ്, ഇമോഷൻസ്, മൂഡ്സ്, ഇതെന്താണെന്നുള്ളത് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട്. ഇമോഷനും ഫീലിങ്സും ഒന്നല്ല എന്നാണ് പറയുന്നത്. ആൻഡ് ഈവൻ ദോ വി മേ യൂസ് ബോത്ത് ദ ടേംസ് സിമിലർ, നമ്മളിത് രണ്ടും ഒരേപോലെ യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്യുന്ന രണ്ട് ടേംസ് ആണ് എന്ത്? ഇമോഷൻസും ഫീലിങ്സും. പക്ഷെ എന്താണ്? രണ്ടും സെയിം അല്ല. ദ ടേം ഫീലിങ്സ് ഈസ് യൂസ്ഡ് ടു റെഫർ ടു എ പേഴ്സൺസ് പ്രൈവറ്റ് ഇമോഷണൽ എക്സ്പീരിയൻസ് ഓർ സെൽഫ് പെർസെപ്ഷൻ ഓഫ് എ സ്പെസിഫിക് ഇമോഷൻസ്. ഇനി ഫീലിംഗ് എന്ന് പറയുന്നത് എന്താ? ഒരാളുടെ ഒരു പേഴ്സന്റെ പ്രൈവറ്റ് ഇമോഷണൽ എക്സ്പീരിയൻസ് ആണ് എന്ത്? ഫീലിംഗ് എന്ന് പറയുന്നത്. അതായത് അല്ലെങ്കിൽ സെൽഫ് പെർസെപ്ഷൻ ഓഫ് എ സ്പെസിഫിക് ഇമോഷൻ. ഇപ്പൊ നമുക്കൊരു ഇമോഷൻ ഉണ്ട്, എന്താണ്? ആങ്കർ ആണെന്ന് വിചാരിക്കാം. അത് നമ്മൾ എങ്ങനെ പെർസീവ് ചെയ്യുന്നു, അതാണ് നമ്മുടെ ഫീലിങ്സ്. നമ്മുടെ സ്പെസിഫിക് ഇമോഷന്റെ സെൽഫ് പെർസെപ്ഷനെയാണ് എന്തെന്ന് പറയുന്നത്? ഫീലിങ്സ് എന്ന് പറയുന്നത്. When an event occurs, one first responds automatically at a physical level even without awareness and then registers or evaluates this feeling. കണ്ടോ? ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്താൽ എങ്ങനെയാണ്? നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ഫിസിക്കൽ ലെവൽ ഉണ്ടാവുകയാണ്. അതായത് ഇവൻ ഒക്കേഴ്സ് വൺ ഫസ്റ്റ് റെസ്പോൺസ് ഓട്ടോമാറ്റിക്കലി അറ്റ് എ ഫിസിക്കൽ ലെവൽ. ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഫിസിക്കലി നമ്മൾ അതിനോട് റെസ്പോണ്ട് ചെയ്യും. ഒരു നമ്മളൊരു പാമ്പിനെ കാണുമെന്ന് വിചാരിക്കാം. പാമ്പിനെ കണ്ട വശം നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ പെട്ടെന്ന് ചിലപ്പോ നിൽക്കുന്നോർത്തൊന്ന് പിന്നാക്കം ചാടുക അല്ലെങ്കിൽ ഓടുക എന്തെങ്കിലുമൊക്കെ ചെയ്യും. ആ ഒരു ഫിസിക്കൽ ലെവൽ അവയർനെസ് ആണ് നമുക്ക് അവിടെ ഫസ്റ്റ് ഉണ്ടാവുക. ഇവിടെ അവയർനെസ് നമുക്ക് ഉണ്ടാവുന്നില്ല. ഈ ഇമോഷൻ നമുക്ക് ആദ്യം ഉണ്ടാവുന്നില്ല. ഓക്കെ, അറ്റ് എ ഫിസിക്കൽ ലെവൽ വിതൗട്ട് അവയർനെസ് ആൻഡ് ദെൻ രജിസ്റ്റേഴ്സ് ഓർ ഇവാലുവേറ്റ്സ് ദിസ് ഫീലിംഗ്. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അത് ഫീലിംഗ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പൊ നമുക്ക് ഉണ്ടായത് പേടിയാണ് എന്ന് നമ്മൾ പിന്നീട് മനസ്സിലാക്കുക. ആദ്യം തന്നെ കണ്ട വശം നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഫിസിക്കൽ ലെവലായിരിക്കും അതിനോട് റെസ്പോണ്ട് ചെയ്യുക. അപ്പൊ ആ ഒരു ഇമോഷൻ നമുക്ക് അവിടെ ആദ്യം ഉണ്ടാവുന്നില്ല, അവയർനെസ് അവിടെ ഉണ്ടാവുന്നില്ല. പകരം എന്ത് ചെയ്തു? ഫിസിക്കലി നമ്മൾ അതിനോട് റെസ്പോണ്ട് ചെയ്തു. പിന്നീട് അതിനുശേഷമാണ് നമ്മൾ അതിനോട് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇവാലുവേറ്റ് ചെയ്യാന്ന് പറയുന്നതാണ് എന്ത്? ഫീലിങ്സ് ആണെന്നത് മനസ്സിലാക്കുന്നത്. മനസ്സിലായോ? പറഞ്ഞത് ഓക്കെ ആണോ എന്ന് പറഞ്ഞേ. ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കൊന്നും കൂടെ പറയാം. ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ ഓക്കെ. And for example, when one sees a snake nearby, their heartbeat, breathing, perspiration, physiological arousal might increase immediately. പറഞ്ഞ അതേ എക്സാമ്പിൾ ആണ്. സ്നേക്കിനെ കാണാം, പാമ്പിനെ കാണാന്ന് വിചാരിക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് എന്താണ്? ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടായിരിക്കും. ബ്രീത്തിങ് കൂടും, പെർസ്പിറേഷൻ കൂടും, ഇൻക്രീസ് ഇമ്മീഡിയറ്റ്ലി, കോസിംഗ് ദ ആക്ഷൻസ് ഓഫ് റണ്ണിങ് അവേ. ഓൺലി ലേറ്റർ മൈറ്റ് വൺ റിയലൈസ് ദാറ്റ് ദ ഫീലിംഗ് ദേ എക്സ്പീരിയൻസ്ഡ് വാസ് ഫിയർ. കണ്ടോ? അതിനുശേഷമാണ് നമ്മൾ അത് എക്സ്പീരിയൻസ് ചെയ്തത്. നമുക്ക് ഉണ്ടായ ഫീലിങ്സ് ഫിയർ ആണ്. ആൻഡ് ഫീലിങ്സ് ആർ ക്രിയേറ്റഡ് ബൈ ഇമോഷൻസ്. ഈ ഫീലിങ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണ്? ഇമോഷൻസ് ആണ്. ഇമോഷനിൽ നിന്നാണ് നമ്മൾ എന്താണ് നമുക്ക് ഉണ്ടായതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനെയാണ് ശരിക്കും ഫീലിങ്സ് എന്ന് പറയുന്നത്. Another related concept is mood. While emotions last for short periods of time and arise in response to a particular event, moods are lower intensity, generally last for longer periods of time. ഇനി മൂഡിനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. മൂഡും ഇമോഷൻസും എന്തല്ല? ഒന്നല്ല. ഇമോഷൻ എന്ന് പറയുന്നത് വൈൽ ഇമോഷൻസ് ലാസ്റ്റ് ഫോർ ഷോർട്ട് പീരീഡ്സ്, ഇമോഷൻ കുറച്ച് നേരത്തേക്ക് ഉണ്ടാവുള്ളൂ. പക്ഷെ മൂഡ് എന്ന് പറയുന്നത് കുറെ നേരത്തേക്ക് ഉണ്ടാവും. പ്രത്യേകിച്ച് റീസൺ ഒന്നും ഉണ്ടായിരിക്കില്ല. ഇമോഷന് നമുക്ക് പ്രത്യേകിച്ച് റീസൺ ഉണ്ടായിരിക്കും കേട്ടോ. ആൻഡ് അറൈസ് ഇൻ റെസ്പോൺസ് ടു എ പർട്ടിക്കുലർ ഇവന്റ്, അതാണ് ഇമോഷൻ. ഒരു പർട്ടിക്കുലർ ഇവന്റ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ്, ഒരു പേഴ്സൺ, അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടായിരിക്കും. പക്ഷെ മൂഡിന് എന്താണ്? റീസൺ ഉണ്ടായിരിക്കില്ല.
കുറെ നേരത്തേക്ക്, ചിലപ്പോ 2-3 ദിവസങ്ങളിലൊക്കെ അത് നിൽക്കും. അങ്ങനെയൊക്കെ മാറിപ്പോകുമ്പോഴാണ് അത് മൂഡ് ഡിസോർഡർ ആയിട്ട് മാറുന്നത്. അപ്പൊ അതൊന്ന് ആലോചിച്ചാൽ മതി. മൂഡ് ഡിസോർഡർ എന്ന് പറയുന്നത് എന്താ? അത് കുറെ നേരത്തേക്ക് നിൽക്കുമ്പോഴാണ് ഡിസോർഡർ ആയിട്ട് മാറുന്നത്. ഇമോഷൻ എന്ന് പറയുന്നത് കുറച്ച് നേരത്തേക്ക് ഉണ്ടാവുള്ളൂ. പക്ഷെ മൂഡ് എന്ന് പറയുമ്പോൾ last for longer periods of time, even dates, and may not necessarily be associated with a certain immediate event or cause. കണ്ടോ, അങ്ങനെ പ്രത്യേകിച്ച് അവിടെ റീസൺ ഒന്നും ഉണ്ടായിരിക്കില്ല. Nevertheless, moods are important because they do influence our actions. For example, wanting to exercise more with friends. For example, wanting to socialize more with the friends when in a good mood, and avoiding social situations when feeling low over the weekend. നമുക്ക് നല്ല മൂഡാകുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഭയങ്കര സോഷ്യലൈസ് ആവാനായിട്ട് നോക്കൂലെ, ഫ്രണ്ട്സുമായിട്ട് അങ്ങനെ എൻജോയ് ചെയ്യുന്നു, അങ്ങനെ ഇരുന്നു. പക്ഷെ നമുക്ക് ലോ മൂഡ് വന്നു കഴിഞ്ഞാലോ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യില്ല. അപ്പൊ മൂഡ് എന്ന് പറയുമ്പോൾ ഒരുപാട് നേരത്തേക്ക് ഉണ്ടായിരിക്കും. ഇമോഷൻസ് പറയുമ്പോൾ കുറച്ച് സമയത്തേക്ക് ഉണ്ടാവുള്ളൂ. പ്രത്യേകിച്ച് റീസൺസ് ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ മൂഡിന് എന്തില്ല? പ്രത്യേകിച്ച് അതിന് പെർട്ടിക്കുലർ ഇവന്റോ റീസണോ ഒന്നും ഉണ്ടായിരിക്കില്ല. ഓക്കെ, ഇത്രയൊക്കെയാണ് പറഞ്ഞത്. ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ നന്നായിട്ട് പഠിക്കുക. നെക്സ്റ്റ് വരുന്നതാണ് ഫങ്ഷൻസ് ഓഫ് ഇമോഷൻസ്. Functions of emotions. Emotions matter. They provide information to us and serve certain purpose. They become a part of the human experience and have continued to remain so because of the functions they perform. Each function is associated with a certain utility or role. ഇനി ഇമോഷൻസിന്റെ ഫങ്ഷൻസ് ആണ് പറയുന്നത്. അതായത് they provide information to us and serve certain purpose. ഒരു ഇമോഷന്റെ പിന്നിൽ എന്തുണ്ടായിരിക്കും? ചില പർപ്പസുകൾ ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മൾ ദേഷ്യപ്പെടുന്നു, അതിന് പിന്നിൽ എന്തെങ്കിലുമൊക്കെ ഒരു റീസൺ ഉണ്ടായിരിക്കും. അപ്പൊ അത് കുറച്ച് നമുക്ക് ഇൻഫർമേഷൻസ് തരും. ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഇങ്ങനെ ഒരു ഇമോഷൻ ഇല്ലാവാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കും അല്ലെ. അപ്പൊ കുറച്ച് ഇമോഷൻസ് അത് നമുക്ക് ഇൻഫർമേഷൻസ് നമുക്ക് തരുന്നുണ്ട്. ആൻഡ് they became a part of human experience and have continued to remain so because of the functions they perform. Each function is associated with a certain utility or ഓരോ ഫംഗ്ഷനും ഒരു റോൾ ഉണ്ട്. ഫസ്റ്റ് വൺ ആണ് intrapersonal functions. This domain refers to the functions that emotions are served within individuals. They help one guide behavior and makes decisions. ഇത് ഒരാളുടെ ഉള്ളിൽ തന്നെയാണ് അതിന്റെ ഫങ്ഷൻസ് ചെയ്യുന്നത്. അതിനാണ് ഇൻട്രാപേഴ്സണൽ എന്ന് പറയുന്നത്. ഒന്നാണ് they help one guide behavior and make decisions. നമ്മുടെ ബിഹേവിയർ ഗൈഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഡിസിഷൻ മേക്കിങ്ങിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് വി ക്യാൻ സർവൈവ് ആസ് വെൽ ആസ് ഫങ്ഷൻസ് ആസ് ഹ്യൂമൻ ബീയിങ്സ്. For instance, they inform us when to fight and when to leave a dangerous situation. Feeling respect for oneself encourages one to care and look after oneself. Happiness promotes creative thinking and expands our focus to allow new ideas and small details to be noticed. എന്തൊക്കെയാണ് ചെയ്യുന്നത്? ബിഹേവിയർ ഗൈഡ് ചെയ്യുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഡിസിഷൻസ് എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് വി ക്യാൻ സർവൈവ് ആസ് വെൽ ആസ് ഫങ്ഷൻ ആസ് ഹ്യൂമൻ ബീങ്സ്. നമുക്ക് ഹ്യൂമൻ ബീങ്സ് ആയിട്ട് നമ്മുടെ ഫങ്ഷൻസ് ഒക്കെ സർവൈവ് ഒക്കെ നടന്നു പോകുന്നതുകൊണ്ട് എന്താണ്, ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു മരിച്ച വീട്ടിൽ പോയി, അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറക്കെ ചിരിക്കാൻ പാടില്ല, പൊട്ടിച്ചിരിച്ച് വർത്താനം പറയാൻ പറ്റില്ല എന്നൊക്കെ നമുക്ക് അറിയുന്നത് എങ്ങനെയാ? ഈ പറയുന്ന സാധനങ്ങളൊക്കെ നമുക്കറിയാം. നമ്മുടെ ഇമോഷൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മളെ ബിഹേവിയർ ഗൈഡ് ചെയ്യാന്നുള്ളത് നമ്മുടെ ഇമോഷൻസ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഉണ്ടോ, നമ്മൾ ശരിക്കും ഫങ്ഷൻ ചെയ്യാനായിട്ടും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫോർ ഇൻസ്റ്റൻസ്, ദേ ഇൻഫോമസ് വെൻ ടു ഫൈറ്റ് ആൻഡ് വെൻ ടു ലീവ് എ ഡേഞ്ചറസ് സിറ്റുവേഷൻ. ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനോട് നമ്മൾ എപ്പോ ഫൈറ്റ് ചെയ്യണം, എപ്പോ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോണം, എപ്പോ സംസാരിക്കണം, എപ്പോ സംസാരിക്കാതിരിക്കണം, എപ്പോഴൊക്കെ വഴക്കുണ്ടാക്കണം, എപ്പോഴൊക്കെ മിണ്ടാതിരിക്കണം, ഇതൊക്കെ നമുക്ക് അറിയാം. ഫീലിംഗ് റെസ്പെക്ട് ഫോർ വൺസെൽഫ് എൻകറേജസ് വൺ ടു കെയർ ആൻഡ് ടു ലുക്ക് ആഫ്റ്റർ വൺസെൽഫ്. നമ്മൾ തന്നെ റെസ്പെക്ട് ചെയ്യുമ്പോൾ നമ്മൾ എൻകറേജ് ചെയ്യാണ്, നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ നോക്കണം. അതുകൊണ്ടാണ് ഇൻട്രാപേഴ്സണൽ ഫങ്ഷൻ എന്ന് പറയുന്നത്. വിത്തിൻ ഹ്യൂമൻ ബീയിങ്സ് ആണ് ഈ ഒരു
ഫങ്ഷൻസ് നടക്കുന്നത്. ഹാപ്പിനെസ് പ്രൊമോട്ട്സ് ക്രിയേറ്റീവ് തിങ്കിങ് ആൻഡ് എക്സ്പാൻഡ്സ് അവർ ഫോക്കസ് ടു അലോ ന്യൂ ഐഡിയാസ്. ഇനി ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു ഇമോഷൻ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറയുന്നത് ക്രിയേറ്റീവ് തിങ്കിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് എക്സ്പാൻഡ്സ് അവർ ഫോക്കസ് ടു അലോ ന്യൂ ഐഡിയാസ്. പുതിയ പുതിയ ഐഡിയാസ് നമുക്ക് വരും. ആൻഡ് സ്മോൾ ഡീറ്റെയിൽസ് ടു ബി നോട്ടീസ്ഡ്. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നോട്ട് ചെയ്തിട്ട് പുതിയ പുതിയ ഐഡിയാസ് ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യും. ക്രിയേറ്റീവ് തിങ്കിങ്ങിന് നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഇൻട്രാപേഴ്സണൽ ഫംഗ്ഷൻ. നെക്സ്റ്റ് വരുന്നതാണ് ഇന്റർപേഴ്സണൽ ഫംഗ്ഷൻ. These functions are performed by emotions between individuals. Between individuals ആണ്. നേരത്തെ എന്താണ് വിത്തിൻ ഇൻഡിവിജ്വൽ ആയിരുന്നു, ഇപ്പൊ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ്. The act of expressing emotions serves as an indication or signal to others about how one might feel about them or the relationship, what one's intention might be and what one's needs might be. എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മൾ ഒരാളോട് എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ അവരിപ്പോ ഏത് അവസ്ഥയിലാണ് ഇരിക്കുന്നത്, അല്ലെ, അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്, അവർക്ക് നമ്മളോടുള്ള റിലേഷൻ എന്താണ്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഒരു ഇന്റർപേഴ്സണൽ ഫംഗ്ഷൻ മതി. ഇപ്പൊ ഒരാൾ വിഷമിച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ ഇമോഷന്റെ ഇന്റർപേഴ്സണൽ ഫംഗ്ഷനിങ് ആണ് അവിടെ നടക്കുന്നത്. ആൻഡ് ഡിസ്പ്ലേയിങ് എ പോസിറ്റീവ് ഫേഷ്യൽ എക്സ്പ്രഷൻ സച്ച് ആസ് സ്മൈൽ യൂഷ്വലി എൻകറേജസ് അതർ പീപ്പിൾ ടു അപ്രോച്ചസ്. ഇനി ഒരാള് സ്മൈലായിട്ട് ഇപ്പൊ വേണ്ട, നമുക്കിപ്പോ ഫസ്റ്റ് ഒരു ഗുഡ് മോർണിംഗ് പറയാന്ന് വിചാരിക്കും ഒരാളോട്, തിരിച്ച് അതേപോലെ ചിരിച്ച് ഗുഡ് മോർണിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും, നമ്മൾ ഓക്കെ ആയിരിക്കും, അല്ലെ, ആളിന്ന് ഹാപ്പിയാണ്. ഇപ്പൊ നമ്മളിപ്പോ സ്കൂളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സിനെ രാവിലെ തന്നെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ ഗുഡ് മോർണിംഗിൽ നമുക്ക് മനസ്സിലാവും അവരിന്ന് ഏത് മൂഡിലായിരിക്കും എന്നുള്ളത്. അപ്പൊ അതേപോലെ തന്നെ ഒരു പോസിറ്റീവ് ഫേഷ്യൽ എക്സ്പ്രഷൻ ആണ് നമ്മൾ കാണുന്നത് വെച്ചെങ്കിൽ യൂഷ്വലി എൻകറേജസ് അതർ പീപ്പിൾ ടു അപ്രോച്ചസ്. ആൻഡ് ഷോയിങ് സാഡ്നെസ് മേ സ്റ്റിമുലേറ്റ് അതേഴ്സ് ടു ഷോ എംപതി ഓർ സിമ്പതി. ഇനി നേരെ മറിച്ച് സാഡ്നെസ് ആണെന്ന് വെച്ചെങ്കിലോ, നമ്മള് തിരിച്ച് അതേപോലെ നമുക്കൊരു സിമ്പത്തിക്ക് ഒരു സിമ്പതി അയാളോട് തോന്നും, ഒരു എമ്പതി സിമ്പതി ഒക്കെ ആളോട് തോന്നും. ആൻഡ് ഇമോഷണൽ എക്സ്പ്രഷൻ ഈസ് ദസ് ആൻ ഇമ്പോർട്ടന്റ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ടൂൾ. അപ്പൊ ഇമോഷണൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്താ, ഒരു കമ്മ്യൂണിക്കേഷൻ ടൂളും കൂടെയാണ്, ഒരു അല്ലെങ്കിൽ ഒരു മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് നമുക്ക് പറയാം. കാരണം ഒരാളുടെ ഫീലിങ്സ് അല്ലെങ്കിൽ ആള് എങ്ങനെയാണ് ഇമോഷൻ കാണിക്കുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, സാഡ്നെസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാനായിട്ട് പറ്റും, ആളുടെ ഹെൽപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാനോ ഒക്കെ നമുക്ക് പറ്റും. അപ്പൊ ഒരു കമ്മ്യൂണിക്കേറ്റീവ് മീഡിയ ആയിട്ട് നമുക്ക് ഇമോഷണൽ എക്സ്പ്രഷനെ പറയാം, ആൻഡ് റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ടൂൾ ആയിട്ടും പറയാം. ഓക്കെ, ഇപ്പൊ രണ്ട് ഫങ്ഷൻസ് ഒക്കെ ആണോ, ഇൻട്രാപേഴ്സണൽ ആൻഡ് ഇന്റർപേഴ്സണൽ. വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഫങ്ഷൻസ് ഓഫ് ഇമോഷൻ ഡിസംബർ 2021, 22, ജൂൺ 2024 3 വട്ടം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, ഇതൊക്കെയാണോ പറഞ്ഞേ? ഓക്കെ, താങ്ക് യു. Next is social and cultural functions. This dimension has to do with how emotions contribute to the construction and maintenance of societies and cultures. സൊസൈറ്റിയിലും കൾച്ചറിലും എങ്ങനെയാണ് ഇമോഷൻസ്, അതിനെ പറ്റിയാണ് അതാണ് സോഷ്യൽ കൾച്ചറൽ ഫംഗ്ഷനിങ്ങിൽ പറയുന്നത്. ഇമോഷൻസ് സച്ച് ആസ് ട്രസ്റ്റ് ഓഫൺ ആക്ട് ആസ് എ സോഷ്യൽ ഗ്ലൂ ദാറ്റ് കീപ് ഗ്രൂപ്പ്സ് ടുഗദർ. അതായത് ഇപ്പൊ ഒരു ഗ്രൂപ്പ് ഒരുമിച്ച് പോകണമെന്നുണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കും, ആ മെമ്പേഴ്സിന്റെ ഇടയിൽ ഒരു ട്രസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പൊ ആ ഒരു ട്രസ്റ്റ് എന്ന് പറയുന്ന ഇമോഷൻ അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ഗ്രൂപ്പിന് ആ ഒരു കൊഹസീവ്നെസ് ആ ഒരു ഗ്രൂപ്പിൽ ഉണ്ടാവുള്ളൂ. കൊഹസീവ് ഗ്രൂപ്പ്സ് ഇൻ ടേൺ ഫോം സൊസൈറ്റീസ് ആൻഡ് ഇവോൾവ് ദെയർ ഓൺ distinctive cultures. On their part, cultural codes inform individuals and groups about specific display rules that exist for emotional expression. For example, men are often conditioned to only display certain emotions such as anger and aggression, while showing softer emotions such as sadness is discouraged in Eastern cultures. ആണ് നമ്മുടെ സൊസൈറ്റി നമുക്ക് കുറെ ഇമോഷൻസ് പഠിപ്പിച്ചു വെച്ച് തന്നിട്ടുണ്ട്, അല്ലെ. ഇപ്പൊ ആണുങ്ങളുടെ കാര്യം പറയാം, മെൻസിന്റെ കാര്യം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് അവരുടെ ഇമോഷൻസ് അവരെപ്പോഴും ആങ്കർ ആയിരിക്കണം, അല്ലെങ്കിൽ അഗ്രഷൻ എന്ന് പറയുന്നത് അവർക്ക് മാത്രമാണ്. ആങ്കർ ആണ് വെച്ചെങ്കിൽ അത് അവർക്ക് മാത്രമാണ്, അവർ കരയാൻ പാടില്ല, ഒരു സോഫ്റ്റ് ആവാൻ പാടില്ല. ഇങ്ങനെ കുറെ ഇമോഷൻസ് എന്തുണ്ട് നമ്മുടെ സൊസൈറ്റി നമുക്ക് ചാർത്തി വെച്ച് തന്നിട്ടുണ്ട്. Such as sadness is discouraged in Eastern cultures, while showing softer emotions such as sadness is discouraged in Eastern cultures. Eastern cultures ഒക്കെ എങ്ങനെയാ, സാഡ്നെസ് എന്ന് പറയുന്നത് അവിടെ ഡിസ്കറേജ് ചെയ്ത് വെച്ചേക്കുക, പാടില്ല, കുട്ടികൾ കരയാൻ പാടില്ല. നമ്മുടെ ഇവിടെ അങ്ങനെ തന്നെയാണ്, അല്ലെ, കരയാൻ പാടില്ല, അല്ലെങ്കിൽ അവര് ഉറക്ക സംസാരിക്കുന്നവരവരാണ്, ദേഷ്യപ്പെടുന്നവരവരാണ്. ആങ്കർ ആവുന്നത് അത് മെന്നിന്റെ ഇമോഷൻ ആണ്. നമുക്ക് വരുന്നുണ്ട്, അങ്ങനത്തെ ചാപ്റ്റേഴ്സ് ഒക്കെ വരും. അതുപോലെ തന്നെ അഗ്രഷൻ അതും മെയിൽസിന്റെ ഇമോഷൻ ആണ്. ഇങ്ങനെ കുറെ കാര്യങ്ങളാണ്
സോഷ്യൽ അല്ലെങ്കിൽ കൾച്ചറൽ ഫംഗ്ഷനിൽ വരുന്നത്. ഓക്കെ ആണത്? 3 ഫങ്ഷൻസ്: ഇൻട്രാപേഴ്സണൽ, ഇന്റർപേഴ്സണൽ ആൻഡ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫങ്ഷൻസ്. ഓക്കെ ആണ് പറഞ്ഞേ? നെക്സ്റ്റ് നമുക്ക് നോക്കാം കോമ്പോണൻസ് ഓഫ് ഇമോഷൻസ്. നെക്സ്റ്റ്, ഇമോഷൻസ് ക്യാൻ ബി വ്യൂഡ് ആസ് ഹാവിംഗ് 5 കോമ്പോണൻസ്. 5 കോമ്പോണൻസ് ആണ് ഇമോഷൻസിനുള്ളത്. ഫസ്റ്റ് വൺ ആണ് അഫക്റ്റീവ്, also referred to as a conscious subjective feeling. Individuals monitor their internal and felt states and recognize what they are feeling. അതായത് നമ്മളത് അഫക്റ്റ് ചെയ്യാന്ന് പറയില്ലേ, നമുക്കത് മനസ്സിലായി. നമ്മൾ കോൺഷ്യസ് ആണ്, നമുക്ക് ഉണ്ടാകുന്ന ഇമോഷനെ പറ്റിയിട്ട് നമ്മൾ കോൺഷ്യസ് ആണ്. അതാണ് എഫക്റ്റീവ് എന്ന് പറയുന്നത്. സബ്ജക്റ്റീവ് ഫീലിംഗ് ആണ്. നമുക്കറിയാം ഇപ്പൊ ഉണ്ടായ ഇമോഷൻ എന്താണ്, ഇപ്പൊ എനിക്ക് ഉണ്ടായ ഇമോഷൻ എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. തന്നെയാണ് സബ്ജക്റ്റീവ് ഫീലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെയാണ് എഫക്റ്റീവ്. അപ്പൊ ഇമോഷന്റെ ഫസ്റ്റ് കോമ്പൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? എഫക്റ്റീവ് ആണ്. നെക്സ്റ്റ്, കോഗ്നിറ്റീവ് ഇൻവോൾവ്സ് ഡിസ്ക്രൈബിംഗ് ഓർ അസൈനിങ് മീനിങ് ടു ദ ഇമോഷൻ. നമ്മൾ അഫക്റ്റീവില് നമ്മൾ മനസ്സിലാക്കി എന്താണ് ഇമോഷൻ എന്നുള്ളത്, നമ്മൾ റെക്കഗ്നൈസ് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ ഫീൽ ചെയ്യാണ് നമുക്ക് ഉണ്ടായ ഇമോഷൻ എന്താണെന്ന് നമുക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താണ് വരുന്നത്? കോഗ്നിറ്റീവ് ആണ്. അതായത് ഉണ്ടായ ഇമോഷൻ എന്താണെന്ന് അതിനൊരു മീനിങ് നമ്മൾ കൊടുക്കണം, ഡിസ്ക്രൈബ് ചെയ്യാണ്. Thus, thinking about a feeling is very different from the actual feeling. Individuals try to understand the reason behind why something is happened and try to judge how an event might impact them. അതായത് ഇപ്പൊ ഒരാൾ ദേഷ്യപ്പെട്ടു, കോഗ്നിറ്റീവ് ശരിക്കും എന്താ നടക്കുന്നത്? അതിനൊരു മീനിങ് കൊടുക്കുക. അതായത് എന്തുകൊണ്ട് ഇപ്പൊ ആ ഒരു ഇമോഷൻ വന്നു, ഞാനിപ്പോ എന്തുകൊണ്ട് ദേഷ്യപ്പെട്ടു. ശരിക്കും നമ്മള് ഈ ഒരു ഫീലിങ്ങിനെ കുറിച്ച് ആലോചിക്കുന്നതിനേക്കാൾ ഡിഫറെന്റ് ആണ് എന്ത്? ആക്ച്വൽ ഫീലിങ്ങിനെ പറ്റി ചിന്തിക്കുന്നത്. അതായത് എന്തുകൊണ്ടാണ് ഇപ്പൊ ആ ഒരു സംഭവം വന്നത്, ഇപ്പൊ ഉണ്ടാവാനുള്ള കാരണം എന്താണ്, ആൻഡ് ട്രൈ ടു ജഡ്ജ് ഹൗ എൻ ഇവന്റ് മൈറ്റ് ഇമ്പാക്ട് ദം. ആ ഒരു ഇവന്റിനെ അത് എത്രത്തോളം ഇമ്പാക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കോഗ്നിറ്റീവിൽ നോക്കുന്നത്. നെക്സ്റ്റ്, ഫിസിയോളജിക്കൽ bodily reactions such as palms sweating upon feeling anxious. ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവും. നമ്മൾ പറഞ്ഞല്ലോ, വിറയ്ക്കലുണ്ട്, കൈ വിറയുക, അല്ലെങ്കിൽ വിയർപ്പ് ഉണ്ടാവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ ഫിസിയോളജിക്കൽ കോമ്പോണൻസ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ്, മോട്ടിവേഷണൽ, അതായത് നമ്മുടെ ആക്ഷന് പിന്നിൽ എന്തുണ്ടായിരിക്കും? ഒരു മോട്ടിവേഷൻ ഉണ്ടായിരിക്കും. ഗോയിങ് ടുവാർഡ് ഓർ അവേ ഫ്രം ആൻ ആക്ഷൻ ഓർ പേഴ്സൺ. ദിസ് കോമ്പോണന്റ് ഈസ് ഓൾസോ റെഫർഡ് ടു ആസ് ആൻ ആക്ഷൻ ടെൻഡൻസീസ് which refers to specific actions that the individual takes that may be voluntary or involuntary. For example, moving one's hand away from a hot pan is an involuntary action, while going on an early morning run despite feeling tired is a voluntary action. അതൊരു എക്സാമ്പിൾ പോലെയാട്ടോ പറഞ്ഞത്. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ആക്ഷന് പിന്നിൽ എന്തുണ്ടായിരിക്കും? ഒരു മോട്ടിവേഷൻ ഉണ്ടായിരിക്കും. വിച്ച് റെഫേഴ്സ് ടു സ്പെസിഫിക് ആക്ഷൻ ദാറ്റ് ദി ഇൻഡിവിജ്വൽ ടേക്സ് ദാറ്റ് മേ ബി വോളണ്ടറി ഓർ ഇൻവോളണ്ടറി. ചിലപ്പോൾ വോളണ്ടറി ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻവോളണ്ടറി ആയിരിക്കാം. എങ്ങനെ ആയിക്കോട്ടെ, അതിന് പിന്നിൽ എന്തുണ്ടായിരിക്കും? ഒരു മോട്ടിവേഷണൽ ഉണ്ടായിരിക്കും. നെക്സ്റ്റ്, എക്സ്പ്രസീവ്, ഡിസ്പ്ലേയിങ് ഇമോഷൻസ് ത്രൂ ഫേഷ്യൽ എക്സ്പ്രഷൻ സച്ച് ആസ് സ്മൈലിംഗ്, ക്രൈയിങ്, ഫ്രോണിംഗ് or body movements such as throwing a vase or when angry to communicate emotions to others. എക്സ്പ്രസീവ് ആയിരിക്കും. നമുക്ക് മറ്റുള്ളവരായിട്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമ്മൾ പല രീതിയിൽ എന്ത് ചെയ്യും? നമ്മൾ ഇമോഷൻസിനെ നമ്മൾ കാണിക്കും. ചിലപ്പോൾ എന്തെങ്കിലും എടുത്തെറിയും, അല്ലെങ്കിൽ ഒരു വടി എടുത്തിട്ട് എവിടെയെങ്കിലും അടിക്കും, അല്ലെങ്കിൽ ചീത്ത പറയാം, ഉറക്കെ സംസാരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും. ഇനി സന്തോഷമൊക്കെ ആണെന്നുണ്ടെങ്കിലോ നമ്മൾ ഒരാളെ ചിലപ്പോൾ കെട്ടിപ്പിടിച്ച് ചിരിക്കുക, അല്ലെങ്കിൽ കരഞ്ഞിരിക്കാം. അപ്പൊ നമ്മുടെ ഇമോഷൻസ് നമ്മൾ പല രീതിയിൽ എന്ത് ചെയ്യും? എക്സ്പ്രസീവ്. അങ്ങനെ 5 കോമ്പോണൻസ് ആണ് ഇമോഷൻസിന് വരുന്നത്: അഫക്റ്റീവ്, കോഗ്നിറ്റീവ്, ഫിസിയോളജിക്കൽ, മോട്ടിവേഷണൽ ആൻഡ് എക്സ്പ്രസീവ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ടൈപ്സ് ഓഫ് ഇമോഷൻസ് ആണ്. 2 ടോപ്പിക്കും കൂടെ ഉള്ള, അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ തീരും. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് ഇമോഷൻസിൽ 2 ടൈപ്പാണ് ഇമോഷൻസ് പറയുന്നത്: പ്രൈമറി ഇമോഷൻസ് ആൻഡ് സെക്കൻഡറി ഇമോഷൻസ്. പ്രൈമറി ഇമോഷൻസ് എന്ന് പറയുന്നത് ദ ഇമ്മീഡിയറ്റ് ആൻഡ് ഡയറക്റ്റ് ഇമോഷണൽ റെസ്പോൺസ് ടു എ സിറ്റുവേഷൻ ഓർ ഇവന്റ്. ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന ഇമോഷൻസ് ആണ് പ്രൈമറിയിൽ വരുന്നത്. ഫോർ ഇൻസ്റ്റൻസ്, സാഡ്നെസ് അറ്റ് എ ലോസ്, ഹാപ്പിനെസ് അറ്റ് എ വിൻ, ഫിയർ ഇൻ എ ഡേഞ്ചറസ് സിറ്റുവേഷൻ. ദീസ് ആർ ഓഫൺ കൺസിഡേർഡ് ബേസിക്, യൂണിവേഴ്സൽ ആൻഡ് ഈസിലി റെക്കഗ്നൈസബിൾ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാവില്ലേ സാഡ്നെസ്, ഹാപ്പിനെസ്, ഫിയർ, ഇതൊക്കെ എന്താണ്?
ഈ ഒരു ഇമോഷനെ, പ്രൈമറി ഇമോഷനെ നമുക്ക് യൂണിവേഴ്സൽ ഇമോഷൻസ് ആണെന്ന് പറയാം. എല്ലാവർക്കും കോമൺ ആയിരിക്കും, നമുക്ക് ഈസിലി അത് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ സാഡ്നെസ്, ആങ്കർ, ഫിയർ, ഡിസ്ഗസ്റ്റ്, ഹാപ്പിനെസ്, സർപ്രൈസ്. ഇനി സെക്കൻഡറി ഇമോഷൻസ് ഉണ്ട്. ഇമോഷൻസ് ദാറ്റ് അറൈസ് ആസ് എ റെസ്പോൺസ് ടു പ്രൈമറി ഇമോഷൻസ് ഓർ ടു തോട്ട്സ് ആൻഡ് ഫീലിംഗ്സ് അബൌട്ട് ദ സിറ്റുവേഷൻ. എന്താ, പ്രൈമറി ഇമോഷനോടുള്ള റെസ്പോൺസ് ആയിട്ടാണ് നമുക്ക് സെക്കൻഡറി ഇമോഷൻസ് വരുന്നത്, ഓർ ടു തോട്ട്സ് ആൻഡ് ഫീലിംഗ്സ് അബൌട്ട് ദ സിറ്റുവേഷൻ. ഒരു സിറ്റുവേഷനെ പറ്റി നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്താണോ ഫീലിങ്സ് ആയിട്ട് വരുന്നത്, അതിനോടൊക്കെ ഉള്ള ഒരു റെസ്പോൺസ് ആയിട്ടാണ് നമ്മൾ സെക്കൻഡറി ഇമോഷനെ പറയുന്നത്. ഫോർ ഇൻസ്റ്റൻസ്, ഫീലിംഗ് ആംഗ്രി ആഫ്റ്റർ ഫീലിംഗ് ഹേർട്ട് or feeling guilty about feeling angry. These are more complex and can be influenced by personal and interpretations and beliefs. അതായത് ഇപ്പൊ നമ്മൾ ദേഷ്യപ്പെട്ടു, ആ ദേഷ്യപ്പെട്ടതിന് ശേഷം നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കാം. ഞാൻ ദേഷ്യപ്പെടാൻ പാടില്ലായിരുന്നു, ഭയങ്കര മോശമായി പോയി, ഗിൽറ്റ് തോന്നുക. ഇതാണ് സെക്കൻഡറി ഇമോഷൻസ്. ഇപ്പൊ ഒരാളെ വഴക്ക് പറഞ്ഞു, അയ്യോ വഴക്ക് പറയണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ കുട്ടീനെന്ന് തല്ലണ്ടായിരുന്നില്ല. ആ രണ്ടാഘടവും നമ്മൾ ഓൾറെഡി ചെയ്ത, അല്ലെങ്കിൽ നമുക്ക് വന്ന ഒരു ഇമോഷനെ പറ്റിയിട്ട് നമ്മളിങ്ങനെ ഗിൽറ്റി ആയിട്ടിരിക്കുക. അതാണെന്ത്, അപ്പൊ ആ ഗിൽറ്റി ആവുന്ന ആ ഒരു ഇമോഷനെയാണ് സെക്കൻഡറി ഇമോഷൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഗിൽറ്റ്, ഷെയിം, ഫ്രസ്ട്രേഷൻ, ആങ്കർ, ആങ്സൈറ്റി ആൻഡ് ഫിയർ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇമോഷൻസ്, തിങ്കിങ് ആൻഡ് ബിഹേവിയർ. Emotions, thinking, and behavior are inextricably linked. The relationship between them can best be explained through contemporary models of emotions. അതായത് ഇത് മൂന്നും കണക്റ്റഡ് ആണ്. അതിന്റെ ഉള്ളിൽ എന്തുണ്ട്, നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കണക്ഷൻ ഉണ്ട്. അതായത് can best be explained through contemporary models of emotions. One's thoughts or interpretation of a situation has a significant impact on the emotions one feeling. ഒരാളുടെ തോട്ട്സും അല്ലെങ്കിൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് എ സിറ്റുവേഷൻ ഹാസ് എ സിഗ്നിഫിക്കന്റ് ഓൺ ദ ഇമ്പാക്ട് ഓൺ ദ ഇമോഷൻസ് വൺസ് ഫീൽ. ഒരാളുടെ ഇമോഷന് പിന്നിൽ എന്തുണ്ടായിരിക്കും, ആളുടെ തോട്ട്സോ, ഒരു ഇവന്റിനെ പറ്റിയിട്ടുള്ള തോട്ട്സോ, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞൊരു പെർസെപ്ഷൻ ഉണ്ടായിരിക്കും, എങ്ങനെ ഒരു ഇവന്റിനെ പെർസീവ് ചെയ്യുന്നു, അതിനനുസരിച്ചിട്ടായിരിക്കും ഇമോഷൻ ഉണ്ടാവുക. ദ പ്രോസസ് ഓഫ് അസൈനിങ് മീനിങ് ടു എൻ ഇവന്റ് ആൻഡ് അവർ റിയാക്ഷൻ ടു ഇറ്റ് ഈസ് കോൾഡ് അപ്രൈസൽ. അപ്പൊ ആ ഒരു ഇവന്റിന് നമ്മൾ എന്ത് മീനിങ് ആണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ മീനിങ് കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, അപ്രൈസൽ എന്ന് പറയുന്നത്. ഇപ്പോ നമ്മളിപ്പോ ഒരു ആളെന്നെ കണ്ടു, ഗുഡ് മോർണിംഗ് പറയാണ്, പക്ഷെ തിരിച്ച് ഗുഡ് മോർണിംഗ് പറഞ്ഞില്ല എന്ന് വിചാരിക്കാം. നമ്മൾ അതിനെ പോസിറ്റീവ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അല്ല, വേണ്ട, നമ്മൾ ആ ഒരു സിറ്റുവേഷന് നമ്മൾ മീനിങ് കൊടുക്കുക. അതിനെയാണ് അപ്രൈസൽ എന്ന് പറയുന്നത്. നമുക്ക് രണ്ട് രീതിയിൽ കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ അത് നെഗറ്റീവ് ആയിട്ട് എടുക്കാം. അതായത് ഗുഡ് മോർണിംഗ് പറഞ്ഞില്ല, എന്നോട് എന്തെങ്കിലും ദേഷ്യം കാണോ, ഞാൻ എന്തെങ്കിലും ഇനി തെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കോ, ഞാൻ ഗുഡ് മോർണിംഗ് പറഞ്ഞത് എന്ത് ഇഷ്ടപ്പെടാണ്ടാണോ, നമുക്ക് പല രീതിയിൽ നെഗറ്റീവായിട്ട് വരാം. ഇനി അതിനെ പോസിറ്റീവായിട്ട് എടുക്കാം, കുഴപ്പമില്ല, ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും ഗുഡ് മോർണിംഗ് പറയുന്നത്, കുഴപ്പമില്ല, സാരില്ല, നാളെ ഗുഡ് മോർണിംഗ് പറയാം, അങ്ങനെയും വിചാരിക്കാം. അപ്പൊ ഈ ഒരു പ്രോസസ്സിന് ആ ഒരു ഈവന്റിന് നമ്മൾ എങ്ങനെ മീനിങ് കൊടുക്കുന്നു, ആ ഒരു പ്രോസസ്സിനെയാണ് മീനിങ് കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, അപ്രൈസൽ എന്ന് പറയുന്നത്. എ കോഗ്നിറ്റീവ് അപ്രൈസൽ therefore an evaluation or interpretation of the personal meaning of certain circumstances that result in an emotion. അപ്പൊ കോഗ്നിറ്റീവ് അപ്രൈസൽ എന്ന് പറയുന്നത് എന്താ, ഒരു സർക്കംസ്റ്റാൻസസിന് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ നമ്മൾ എന്ത് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പേഴ്സണൽ മീനിങ് കൊടുക്കുക. അതിനെയാണ് കോഗ്നിറ്റീവ് അപ്രൈസൽ എന്ന് പറയുന്നത്. സ്പെസിഫിക് അപ്രൈസൽസ് യൂഷ്വലി ഗിവ് റൈസ് ടു പർട്ടിക്കുലർ ഇമോഷൻസ് ആൻഡ് ഇൻഫ്ലുവൻസ് ദെയർ ഇന്റൻസിറ്റി ആൻഡ് ക്വാളിറ്റി ആസ് വെൽ. അപ്പോൾ ഈ ഒരു അപ്രൈസൽസ് ആണ് നമ്മുടെ ഇമോഷൻസിന് കാരണമാകുന്നത്. പോസിറ്റീവ്ലി അപ്രൈസ് ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് ഇമോഷൻസ് വരും, നെഗറ്റീവ്ലി അപ്രൈസ് ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് ഇമോഷൻ വരും. ഈ ഒരു ഡയഗ്രാം വരയ്ക്കണേ. ബിഹേവിയർ തോട്ട്സിലോട്ട് പോയി, തോട്ട്സ് ആണ് ഇമോഷൻസിന് കാരണമാവുന്നത്. ഇമോഷൻസ് എന്തുണ്ടായിരിക്കും, നമുക്ക് നമ്മുടെ ബിഹേവിയറിൽ മാറ്റങ്ങൾ വരുത്തും. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഒരു ബിഹേവിയർ കാണിച്ചു, അതിനെ തോട്ട് ചിന്തിക്കുകയാണ്. ആ തോട്ട് പോസിറ്റീവ് തോട്ട്സ് ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ഇമോഷൻസ് ആവും, പോസിറ്റീവ് ബിഹേവിയർ കാണിക്കും. ഇനി നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിലോ തിരിച്ച് അതേപോലെ തന്നെ ആയിരിക്കും. ഇമോഷൻസ്, തിങ്കിങ് ആൻഡ് ബിഹേവിയർ ആർ ഇൻട്രിക്കേറ്റ്ലി linked, forming a dynamic cycle where each element influences the others. ഡൈനാമിക് സൈക്കിൾ ആണ്. ഓരോ എലമെന്റും എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. തോട്ട്സ് ക്യാൻ ട്രിഗർ ഇമോഷൻസ്. തോട്ട് എന്ത് ചെയ്യുന്നുണ്ട്,
ഇമോഷൻ ട്രിഗർ ചെയ്യുന്നുണ്ട്, വിച്ച് ഇൻ ടേൺ ഷേപ്പ് അവർ ആക്ഷൻസ്. അതാണ് നമ്മുടെ ആക്ഷൻസിനെ അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയറിനെ ഷേപ്പ് ചെയ്യുന്നത്. ആൻഡ് ദീസ് ആക്ഷൻസ് ക്യാൻ ദെൻ അഫക്ട് അവർ ഫ്യൂച്ചർ തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. ആക്ഷൻ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഫ്യൂച്ചർ തോട്ട്സിനെയും ഫീലിങ്സിനെയും എഫക്ട് ചെയ്യുന്നു. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ തോട്ട്സ് ആൻഡ് ഇമോഷൻസ് ആൻഡ് ബിഹേവിയർ ഇസ് സൈക്ലിക്കൽ, മീനിങ് ദേ കോൺസ്റ്റന്റ്ലി ഇൻഫ്ലുവൻസ് ഈച്ച് അതർ. ഒരു സൈക്ലിക്കൽ പ്രോസസ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുക. A negative thought can lead to negative emotion, which can then result in negative behavior. Negative emotion എന്ത് ചെയ്യുന്നു? നെഗറ്റീവ് തോട്ട് നെഗറ്റീവ് ഇമോഷൻ ഉണ്ടാക്കുന്നു, നെഗറ്റീവ് ഇമോഷൻ നെഗറ്റീവ് ബിഹേവിയറിന് കാരണമാകുന്നു. ദിസ് ബിഹേവിയർ ഇൻ ടേൺ ക്യാൻ റീഇൻഫോഴ്സ് ദ നെഗറ്റീവ് തോട്ട് ആൻഡ് ക്രിയേറ്റിംഗ് എ സൈക്കിൾ ഓഫ് നെഗറ്റിവിറ്റി. നെഗറ്റീവ് ബിഹേവിയർ ആണെന്നുണ്ടെങ്കിലോ പിന്നെ ഈ നെഗറ്റീവ് തോട്ട്, എന്തുകൊണ്ട് ഞാനിപ്പോ അങ്ങനെ ചെയ്തു, എന്തുകൊണ്ടാ ചെയ്യാനുള്ള കാരണം എന്താ, അപ്പോഴും നെഗറ്റീവായിട്ട് തന്നെ ചിന്തിച്ചു തുടങ്ങി. പിന്നെ ആ ഒരു സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. Conversely, positive thoughts can lead to positive emotions, which can foster positive behaviors, creating a cycle of improvement. Conversely, എന്താണ്? പോസിറ്റീവ് തോട്ട്സ് ആണെങ്കിൽ പോസിറ്റീവ് ഇമോഷൻസ് ആവും, പോസിറ്റീവ് ബിഹേവിയറിന് കാരണമാവും, ആ ഒരു സൈക്കിൾ ഇങ്ങനെ ഇംപ്രൂവ് ചെയ്ത് വരും. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മളിപ്പോ എടുത്തത്. നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ഒരു സെക്കൻഡ് ചാപ്റ്ററും കൂടെ ഒരു ഫ്രീ ക്ലാസ് ഞാൻ വെക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം എടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ക്ലാസ് ഉണ്ടായിരിക്കില്ല. നമുക്കൊരു 5-6 ദിവസത്തെ ക്ലാസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. 5 ദിവസം 6 ദിവസമൊക്കെ ഉണ്ടായിരിക്കുള്ളൂ. അതിൻ്റെ ഉള്ളിൽ നമ്മൾ എക്സാമിന് വേണ്ട എല്ലാ ടോപ്പിക്കുകളും നോക്കി പോവും. പിന്നെ ഫീസ് വരുന്നത് 249 ആണ് കേട്ടോ. നിങ്ങൾക്ക് ലൈവ് പ്ലസ് റെക്കോർഡ് സ്റ്റഡി മെറ്റീരിയൽ എല്ലാം അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം.